കർത്താവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവാണ്. ബ്രദർ, ആരാണ് യേശു കർത്താവ്? 2000-ൽ പരം ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യ പാപത്തിനു വേണ്ടി, മനുഷ്യ ശാപത്തിനു വേണ്ടി കാൽവരി ഗോൽഗോഥയിലേക്ക് മാറി 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 കായ്പായുടെയും ഹന്നാസിന്റെയും ജയിലറടിക്കുള്ള മാറി മാറി നടന്നിട്ട് മരണപ്പെട്ടു വന്നാൽ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ പക്കൽ നിൽക്കുന്നവനാണ് യേശു കർത്താവ്. അവന്റെ രക്തത്താൽ പാപമോചനമുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ വലിയ സമാധാനമുണ്ട്. ബ്രദറെ, ഈ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആരും ആകട്ടെ, നിങ്ങൾ ഏത് നിലയിലുള്ളവരുമാകട്ടെ, എന്നാൽ നിങ്ങളുടെ അകത്തളത്തിൽ ഒരേ ഒരു മിനിറ്റ് യേശുവെ എന്ന് വിളിക്കുവാൻ എത്ര പേർ തയ്യാറാകും? ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം, ഈ മീറ്റിംഗ് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഇതിനകത്ത് ആരുടെയൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. പാസ്റ്റേ, മക്കളെ കൊണ്ട് ഒരു സമാധാനമില്ല, എന്റെ ജീവിതത്തെ കൊണ്ട് സമാധാനമില്ല. പലതവണ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടും രോഗത്തിന് പരിഹാരമില്ലാതെ ഞങ്ങൾ ആയിരിക്കുക. പലതവണ അവൻ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇതിനകത്തൊരു പരിഹാരമില്ലാതെ നിൽക്കുക. പലതവണ കുടുംബത്തിനകത്ത് കയറുമ്പോൾ വളരെ നിരാശകൾ ഞങ്ങൾ അനുഭവിക്കുക. ഞങ്ങളല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് പലരും വിളിച്ചു പറയുക, മരണത്തിന്റെ ശബ്ദം, മരണത്തിന്റെ വാക്കുകൾ, മരണത്തിന്റെ ചിന്തകൾ. ഇന്ന് പകലിൽ ഞങ്ങൾ വിളിക്കുക, അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരേ ഒരു മിനിറ്റ് യേശുവെ എന്ന് വിളിക്കുക. അവൻ ഇവർ പറയുന്നത് സത്യമാണോ? അങ്ങനെയെങ്കിൽ ഒന്ന് ചോദന ചെയ്താട്ടെ. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് വരണമേ, എന്റെ കുടുംബത്തിന്റെ അകത്ത് അങ്ങ് വരണമേ, എന്റെ ജീവിതത്തിന്റെ അകത്ത് അങ്ങ് വരണമേ. കണ്ണുകൾ അടയ്ക്കാം. എനിക്കറിയാം ആരൊക്കെയോ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആരൊക്കെയോ യേശുവെ എന്ന് വിളിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അകത്തളത്തിൽ ഇറങ്ങി വരുവാൻ ആമേൻ ഒരു കർത്താവും നിങ്ങളുടെ അകത്തുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന കടയിലെയോ ഈ ഭാഗത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരോ വീട്ടിലേക്ക് ആയിരിക്കുന്നവരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ നിൽക്കുന്ന മണ്ഡലത്തിൽ വളരെ ശാന്തമായി ജീസസ് എന്ന് പറഞ്ഞ്, യേശുവ എന്ന് പറഞ്ഞ്, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, 2 കൈകളും ആണികളടിച്ച്, 2 കാലുകളും ആണികളടിച്ച്, ലാവിൽ കുത്തപ്പെട്ട് ശരീരം മുഴുവനും ഉളവുചാല പോലെ മാറിയിട്ട് ഇന്ന് പകൽ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു യേശു. ആ യേശുവിന്റെ മുന്നിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ക്രൂശിൽ തൂങ്ങി നിൽക്കുന്ന യേശു, പാപപരിഹാരത്തിനായി മരിച്ച യേശു, ഇന്ന് പകലിൽ എന്റെ ജീവിതത്തിൽ കടന്നു വരും.